നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സുഹ്റാൻ മംദാനിയുടെ കടും വെട്ട്. അങ്ങനെ ഒരുപാട് മലയാളികൾ അടക്കം ഒരുപാട് പേര് പല ഭീഷണിയിലാണ്. എന്താണ് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമേ തന്നെ തുടക്കം തന്നെ പറയട്ടെ, ലോകത്തിൽ ഏറ്റവും സുഖമുള്ള പരിപാടി എന്ന് പറയുന്നത് മറ്റുള്ളവന്റെ കാശ് കയ്യിലുണ്ടെങ്കിൽ അടിച്ച് പൊളിക്കുക. അതായത് നമ്മൾ അധ്വാനിക്കാതെ മറ്റുള്ളവന്റെ പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ശരിക്കും അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. ആ ഒരു ഭാഗ്യമാണ് ന്യൂയോർക്കിലെ പല നിവാസികൾക്കും ഇനി കൈവരാൻ പോകുന്നത്. ഒരു കഥ ഞാൻ പറയട്ടെ. നമുക്കൊരു ഒരു മരം വെട്ടുകാരൻ്റെയും മരത്തിൻ്റെയും കഥ പറയാം. അതായത് ഒരു മരം വെട്ടുകാരനുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അയാൾ ഈ സംഭവം എന്ന് വെച്ചാൽ, മരം വെട്ടുകാരൻ തങ്ങളുടെ സുഹൃത്താണ് എന്ന് കരുതിക്കൊണ്ട് മരങ്ങൾ എന്ത് ചെയ്തു, മരം വെട്ടുകാരന് വോട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. മരം വെട്ടുകാരനും വളരെ കൗശലക്കാരനായിരുന്നു. തന്ത്രപൂർവ്വം ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മരങ്ങളെ വരുതിയിലാക്കിക്കൊണ്ട് മരങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറിയിട്ട് മരം കൊണ്ടുണ്ടാക്കിയ മഴ കൊണ്ട് തന്നെ ഓരോ മരങ്ങളെയും ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ന്യൂയോർക്ക് എത്തിയിരിക്കുന്നത്. മംദാനിയുടെ കരങ്ങൾ പാവപ്പെട്ട മിഡിൽ ക്ലാസ് അമേരിക്കൻസിന്റെ കയ്യിലേക്കും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് പറയുമായിരിക്കും, അമേരിക്കയിലെ ന്യൂയോർക്കിലെ ജനങ്ങൾക്ക് ഇത് തന്നെ വരണം, അവർ ഇതിങ്ങനെ വേണം. സത്യം പറഞ്ഞാൽ മംദാനിയുടെ പുതിയ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 മില്യന്റെ മുകളിൽ വീടിന് വാല്യൂ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീടിന് 1 മില്യന്റെ മുകളിൽ നിങ്ങൾക്ക് വിലയുണ്ടെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള അധിക സർചാർജ് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പം മംദാനിയുടെ പുതിയ ആവശ്യം. കാര്യം വേറൊന്നിനു വേണ്ടിയല്ല, മംദാനിയുടെ സ്വപ്ന പദ്ധതികളായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഭക്ഷണം, താമസം, ഫ്രീ ബസ്, അങ്ങനെ ഫ്രീ എന്നുള്ള പല സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കും പണം കണ്ടെത്താൻ വേണ്ടി മിഡിൽ ക്ലാസ്, അതായത് ഹയർ ക്ലാസ് അമേരിക്കൻസ്, അപ്പർ ക്ലാസ് ആയിട്ടുള്ള പലരും, ധനികരായിട്ടുള്ള അമേരിക്കൻസ് ഒക്കെ ആ ദേശം വിട്ടുപോയി. പണ്ട് യു കെയിൽ സംഭവിച്ചു. യു കെ ഇതുപോലെ തന്നെ ധനികരെയും കോടീശ്വരന്മാരെയും ടാക്സ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവർ ഒരുപാട് പേര് യു കെ വിട്ടുപോയി. പലരും യൂറോപ്പിൽ വേറെ പല ദേശങ്ങളിലേക്കും പോയി, പലരും ദുബായിലേക്ക് പോയി, അങ്ങനെ പല രാജ്യങ്ങളിലേക്കും വിട്ടുപോയി. അവിടുത്തെ മിഡിൽ ക്ലാസ്, അതായത് മിഡിൽ ക്ലാസ്സിനെ പിടിയാൻ തുടങ്ങിയതുപോലെയാണ് ഇപ്പോൾ ന്യൂയോർക്കിലേക്ക് അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് പണം കിട്ടാതായപ്പോൾ മിഡിൽ ക്ലാസ്സിനെ പിഴിയാൻ ആരംഭിച്ചിരിക്കുക. ഇതിലാണ് മലയാളികളടക്കം പലരും പെട്ടുപോകാൻ പോകുന്നത്. കാരണം പലരുടെയും വീടിന്റെ വാല്യൂ, അല്ലെങ്കിൽ വീടിന് ഈ പറഞ്ഞ 1 മില്യൺ എന്ന് പറയുന്നത്, 1 മില്യൺ കൊടുത്തു 8 കോടി കൊടുത്ത് വീട് വാങ്ങിച്ചവരല്ല. 5-10 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ 2-3 300,000 2-3 ലക്ഷം മുടക്കി വാങ്ങിച്ചവരായിരിക്കാം ഈ പറയുന്ന വീടിന്റെ വാല്യൂ ഇൻഫ്ലേറ്റ് ചെയ്ത് സർക്കാർ തന്നെ വില കൂട്ടിക്കൊണ്ട് പോയിട്ട് 1 മില്യൺ ആക്കി. ഇനി മുതൽ നീ കൊടുത്തേ പറ്റൂ, അധിക പ്രോപ്പർട്ടി ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അദ്ദേഹത്തിന് ആവശ്യം, എനിക്ക് തോന്നുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഇവരെയും കൊണ്ട് വലിയ ആവശ്യമില്ല മിഡിൽ ക്ലാസ്സിനെ കൊണ്ട്. കാര്യം മിഡിൽ ക്ലാസ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പോകുന്നില്ല ഒരു കാരണവശാലും. 80% അദ്ദേഹത്തിന്റെ വോട്ടേഴ്സ് എന്ന് പറയുന്നത് പല പ്രത്യേക 3-4 രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളും, പിന്നെ കുറെ പിള്ളേർ സെറ്റുകളും, പിന്നെ മറ്റേ ബൈ ജെൻഡേഴ്സും, അങ്ങനെയുള്ള കുറെ ആളുകളൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ. അവരെ മാത്രം മതി. പിന്നെ കുറെ ലീഗൽസും, അവരെ മാത്രം മതി അദ്ദേഹത്തിന് ജയിക്കാനായിട്ട്. കാരണം ഈ പറയുന്ന മിഡിൽ ക്ലാസ് ഒരിക്കലും ഉണ്ടെങ്കിൽ അവർ അദ്ദേഹത്തിന് വോട്ട് ചെയ്യില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് അവരെയും കൂടി അവിടുന്ന് അവരുടെ വീട് എങ്ങനെയെങ്കിലും വിൽക്കുക. അവരുടെ വീട് വിൽക്കുക എന്ന് പറയുമ്പോൾ വില കുറയും. ഇനിയിപ്പോൾ ആരാണ് അവിടേക്ക് വരാൻ പോകുന്നത്? അറിഞ്ഞുകൊണ്ട് ആരും തലവെക്കാൻ പോകുന്നില്ല. അപ്പോൾ ഉള്ള വീടിന്റെ വിലയും പോകും. ഇനി വേറെ എവിടെയെങ്കിലും പോയി വാങ്ങിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാലോ വീണ്ടും വില വില കൂടുതൽ കൊടുത്തേ പറ്റൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ട്രാപ്പിലായി പോയിരിക്കുകയാണ് മിഡിൽ ക്ലാസ്. അവർ മംദാനി ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അവർ ഇതിന്റെ ഭാഗമായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, അതായത് അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതികൾ. ഇപ്പോൾ ഈ സോഷ്യസ് എന്ന് പറയുന്നത്, ഈ പറയുന്ന മംദാനിയുടെ കൂടെ കൂട്ടിക്കുന്ന കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ അമേരിക്കയുടെ വെളിയിലെ ജീവിതം എന്താണ്. സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം? ഒരു കൂട്ടം ആളുകൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ത്, ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും, മുന്തിയ വൈൻ, മുന്തിയ മദ്യം, ഇതൊക്കെയാണ് ഈ പറയുന്ന സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ. അതായത് എനിക്കും ശ്യാമളയ്ക്കും എല്ലാം വേണം എന്നുള്ള ഒരു ചിന്താഗതിയാണ്. ബാക്കിയുള്ളവരൊക്കെ വേണമെങ്കിൽ വല്ലോ കിറ്റുമായി പോട്ടെ, ഞാൻ ആരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അപ്പൊ അത്തരത്തിലുള്ള ചിന്താഗതിയാണ്. കാരണം അമേരിക്കയിൽ എന്ന് പറയുന്നത്, ഇവിടെ എല്ലാവർക്കും ഒരേപോലെ എന്നല്ലെങ്കിൽ പോലും ഡീസന്റ് ലൈഫ് എല്ലാവർക്കും സ്പോൺസർ ചെയ്യുന്നുണ്ട് ഇവിടെ. പക്ഷേ ഇതൊന്നും കാണാതെ, അതായത് പല ദേശങ്ങളിലും നടക്കുന്ന എങ്ങനെയാണ് അവിടുത്തെ രാജ്യത്തിലെ നടപ്പ് എങ്ങനെയാണെന്ന് അറിയാതെ പോലെ, അവർക്ക് അറിഞ്ഞുകൂടാ, പല കുട്ടികൾക്കും അറിഞ്ഞുകൂടാ എങ്ങനെയാണ് പല മൂന്നാം ദേശങ്ങളിലും എങ്ങനെയാണ് സ്ട്രക്ചർ എങ്ങനെയാണ്. കാരണം ഒരു വാല്യൂ പോലും ഇല്ല. ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. എനിക്ക് ഇപ്പൊ പല കുട്ടികൾക്കും വീടില്ല, പല ഇലീഗൽസിനും വീടില്ല, അവർ റെന്റിൽ താമസിക്കുന്നു. അവർക്ക് ഞങ്ങൾക്ക് വീടില്ലല്ലോ, അപ്പൊ ഞാൻ എന്തിന് ടാക്സ് കൊടുക്കണം? എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാൽ ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കാം. അപ്പോൾ
മംദാനി അവിടെ ധനികരായിട്ടുള്ള അമേരിക്കൻസ് ഒളിച്ചോടിപ്പോയി, അല്ലെങ്കിൽ അവർ നാട് വിട്ടു പോയപ്പോൾ ഇപ്പോൾ പണി കൊടുക്കാൻ പോകുന്നത് രണ്ടാം നില, സെക്കൻഡ് ക്ലാസ്, അതായത് മിഡിൽ ക്ലാസ് ആളുകൾക്കാണ് പണി കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അവരും കൂടി ഇനി വിട്ടു പോയി കഴിഞ്ഞാൽ മംദാനി വളരെ സന്തോഷമാകും. പല വീടുകളും മംദാനി ഏറ്റെടുക്കും. കാരണം സംഭവം എന്ന് വെച്ചാൽ ടാക്സ് കൊടുക്കാൻ സാധിക്കാണ്ട് വരുമ്പോൾ സർക്കാരിന് വീട് ഏറ്റെടുക്കാൻ സാധിക്കും. അങ്ങനെ ആ വീട് ഏറ്റെടുത്തുകൊണ്ട് കുറെ ഇലീഗൽസിനെ കൊണ്ടുവരും, അവിടെ താമസിപ്പിക്കാൻ വലിയൊരു ബൃഹത്തായ പദ്ധതിയിലേക്കായിരിക്കും അദ്ദേഹത്തിന്റെ പോക്ക് എന്ന് പറയാം. എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്ത് പറയാം, അദ്ദേഹം പറയുന്ന പോലെ പണി പറ്റിച്ചിരിക്കുകയാണ്, ജീവിതം ദുസ്സഹമായിരിക്കുകയാണ് ന്യൂയോർക്കില്. ഇത് ന്യൂയോർക്കിലും ഇങ്ങനെ വരണമെന്ന് ഒരിക്കലും പറയരുത്. കാരണം ഇവരാരും വോട്ട് ചെയ്തില്ല. പക്ഷെ അറിഞ്ഞോ അറിയാതെ പാവങ്ങളായി ഇവർ ഇങ്ങനെ പെട്ടുപോയിരിക്കുകയാണ് ഒരു കൂട്ടം മലയാളികൾ. അവരോട് എനിക്ക് ദുഃഖമുണ്ട്. അവരോട് ഞാൻ ദുഃഖത്തിൽ പങ്കുചേരുന്നു.